മോൻ ചെസ്സിലേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് അവന്റെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ മെന്റൽ പവറിലോ തോന്നിയിട്ടുണ്ടോ? യെസ്, ഹീസ് മച്ച് കോൺഫിഡൻറ്റ്. പിന്നെ എന്താ പറയുക, ഒരു ടൈം കിട്ടുമ്പോൾ കളിക്കാൻ നോക്കുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾ ലഹരി കാര്യങ്ങളിലേക്ക് പോകാനൊരു കാരണം എന്ന് വെച്ചാൽ അവർക്ക് എൻഗേജ് ചെയ്യാൻ വേറൊരു ഗെയിംസോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ അവർ അതിലേക്ക് സന്തോഷം കിട്ടുന്നതിലേക്ക് തേടി പോകും. ആസ് എ പേരന്റ് എന്താണ് അതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്? സി മോസ്റ്റ്ലി ഇപ്പോഴത്തെ ജനറേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് അഡിക്റ്റ് ആയി പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡോണ്ട് ഹാവ് അനദർ. പണ്ട് നമ്മുടെ ജനറേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 90s ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഔട്ട്ഡോർ ഗെയിംസ് കൂടുതലായിരുന്നു, റൈറ്റ്? നമുക്ക് ഇവിടെ ഇപ്പോൾ ഔട്ട്ഡോർ ഗെയിംസും കാര്യങ്ങളും ഇല്ല. പിള്ളേർ 24/7 മൊബൈൽസും കാര്യങ്ങളാണ്. ആൻഡ് ദേ ആർ ഇൻ ടു ദാറ്റ് എന്താ പറയുക, യൂട്യൂബും കാര്യങ്ങളും നോക്കുക, പല വീഡിയോസും വരുന്നുണ്ട്. അതിൽ നിന്നും പിന്നെ അതിലൊക്കെ ഇങ്ങനെ ചിലത് ഡിസ്ട്രാക്ട് ആവാൻ, ചിലത് അതിനകത്തേക്ക് കയറി നല്ലതിലേക്ക് പോവാം. ബട്ട് ഇൻഫാക്ട് ഈ ഒരു പ്രോബ്ലംസ് അവർ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഇങ്ങനത്തെ കളികളും ഇങ്ങനത്തെ ഗെയിംസുകളും ശരി അവരെ ചിന്നത്തേക്ക് കൊണ്ടുവരികയും ലൈഫിലേക്ക് ഒരു ഫോക്കസ് കൊണ്ടുവരികയും അവർക്ക് ചെയ്യാൻ പറ്റും. കോഗ്നിസൻസ് ഇതുപോലത്തെ പ്രോഗ്രാം നടത്തുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ആസ് എ പേരന്റ് ഉണ്ടായിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളും? കോഴ്സ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു ബോത്ത് പാരൻസ് ആൻഡ് ടു ദ കിഡ്സ് as well as to most of the schools. അപ്പോൾ ശുഭ മിസ്സുമായിട്ട് ഒരു ലോങ് ടേം അസോസിയേഷൻ ഞങ്ങൾക്ക് ഉണ്ട് ആസ് എ പേഴ്സണൽ ലെവൽ. അപ്പോൾ ആ ഒരു രീതിയിൽ മിസ്സിൻ്റെ ഇവൻസും ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ വിത്തിൻ അവർ സ്കൂൾ ആൻഡ് വിത്തിൻ അവർ കമ്മ്യൂണിറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് കുറേ ടൈം നമുക്ക് ആ സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്ത് ടൂർണമെൻറ്റിൽ വരുമ്പോൾ ആ ഒരു ഫുൾ ഡേ കുട്ടികൾ എൻഗേജ്ഡ് ആണ്. ഈവൻ ഫോർ ഹോളിഡേയ്സ് അത് ഫുള്ളി നമുക്ക് എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ടു ദ സൊസൈറ്റി ആസ് വെൽ.